അമേരിക്കയിലെ ചില നഗരങ്ങളിൽ പ്രത്യേകമായി കിട്ടുന്ന ഒരു ഡ്രഗാണ് സിങ്ക്രോണിക്. ആ മരുന്ന് കഴിക്കുന്നവർക്ക് ഒരു പ്രത്യേക ശക്തിയാണ് ലഭിക്കുന്നത്. ആ മരുന്ന് കഴിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് തന്നെ അവർക്ക് ടൈം ട്രാവൽ ചെയ്ത് മറ്റൊരിടത്ത് എത്താൻ കഴിയും. അതും 7 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ അവർക്കൊരിക്കലും പിന്നീട് തിരികെ വരാൻ കഴിയില്ല. ഇതുപോലെ ടൈം ട്രാവൽ ചെയ്തു പോയതാണ് നായകനായ സ്റ്റീവിൻ്റെ കൂട്ടുകാരൻ ഡെന്നിസിൻ്റെ മകൾ ബ്രിയാന. അവൾ പക്ഷേ ആ ടൈം ലൂപ്പിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ നായകനും കൂട്ടുകാരനും ബ്രിയാനെ രക്ഷിക്കാൻ പോകുന്ന സൈഫൈ ത്രില്ലർ മൂവിയാണ് 2019 പുറത്തിറങ്ങിയ സിങ്ക്രോണിക്. കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഹോട്ടൽ മുറിയിൽ സമയം ചെലവഴിക്കുന്ന ഒരു കപ്പിൾസിനെയാണ്. അവർ ഒരുമിച്ച് ആ ബെഡിലിരിക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ അയാളുടെ കയ്യിലുള്ള സിങ്ക്രോണിക് എന്ന ഒരു പ്രത്യേകതരം ഡ്രഗ് കയ്യിലെടുത്തത്. ആ നഗരത്തിൽ ഇല്ലീഗലായിട്ട് കുറേ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മരുന്നാണ് സിങ്ക്രോണിക്. അങ്ങനെ ആ കപ്പിൾസായിട്ടുള്ള 2 പേരും ആ മുറിയിൽ വെച്ച് ആ മരുന്ന് കഴിക്കുകയാണ്. ആ ഒരു ഡ്രഗ് കഴിക്കുന്നതിൻ്റെ കിക്കിൽ 2 പേർക്കും ആ രാത്രി സമയം ചെലവഴിക്കാമെന്നാണ് അവർ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ആ പെൺകുട്ടിയോട് ഒന്നും പറയാതെ ആ ചെറുപ്പക്കാരൻ ആ മുറിയിൽ നിന്നിറങ്ങി ഒരു ലിഫ്റ്റിലേക്ക് കയറി പോവുകയാണ്. ഇതേ സമയം തന്നെ ആ ബെഡിലിരുന്ന ആ പെൺകുട്ടി അവളുടെ ചുറ്റുപാടും മറ്റു കുറേ കാര്യങ്ങൾ അവൾക്ക് കാണാൻ സാധിക്കുകയാണ്. ആ പെൺകുട്ടി കാണുന്നത് പോലെ തന്നെ ആ ലിഫ്റ്റിലുള്ള ചെറുപ്പക്കാരനും പല കാര്യങ്ങളും ആ ലിഫ്റ്റിലിരുന്നതിനെ കാണുകയാണ്. ആ പെൺകുട്ടിയുടെ മുൻപിൽ കുറേ ചെടികളും കുറേ കാട്ടുമരങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. പരിഭ്രാന്തിയുടെ ആ പെൺകുട്ടി ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് സാധിക്കുന്നില്ല. അവൾ ഈ കാഴ്ചകളെല്ലാം കാണുന്നത് സിങ്ക്രോണിക് എന്ന ആ ഡ്രഗ് കഴിച്ചത് മൂലമാണ്. അവളങ്ങനെ ആ മുറിയിൽ മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് പ്രാചീന കാലത്ത് ജീവിച്ച ഒരു മനുഷ്യനെ പോലെയുള്ള ഒരാളെ അവൾ കാണുന്നത്. അവളങ്ങനെ പേടിച്ച് കണ്ണൊക്കെ തിരുമ്മി ഒന്നുകൂടെ ആ മുറി മുഴുവൻ നോക്കിയപ്പോഴാണ് അവളിപ്പോൾ ആ മുറിയിലല്ല എന്ന് അവൾക്ക് മനസ്സിലായത്. ഒരു വലിയ കൊടും വനത്തിലാണ് അവളിപ്പോൾ. അവളുടെ മുൻപിലുള്ള ആ പ്രാചീന മനുഷ്യൻ അവളുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. അയാൾ ഇവളുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അവളുടെ കാലിനരികിൽ കൂടെ ഒരു പാമ്പ് ഇഴങ്ങി കയറി വരികയാണ്. അവൾക്ക് പക്ഷേ ഒന്ന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. അവൾ അവിടെ കിടന്നുകൊണ്ട് തന്നെ അലറുകയാണ്. ഇതേ സമയം ആ ലിഫ്റ്റിലുണ്ടായിരുന്ന അയാളുടെ മുൻപിലുള്ള കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടാണ് അയാൾ കാണുന്നത്. അയാളിപ്പോൾ ഒരു ലിഫ്റ്റിലല്ല, അയാൾക്ക് ചുറ്റും ഒരു മരുഭൂമിയാണ്. അയാൾ നിന്നിരുന്ന ലിഫ്റ്റും ചുറ്റുപാടുമെല്ലാം പതിയെ പതിയെ ഒരു മരുഭൂമിയായിട്ട് മാറുന്നതാണ് അയാൾക്ക് തോന്നിയത്. അയാൾ നിന്നിരുന്ന ആ ലിഫ്റ്റിൻ്റെ ഫ്ലോർ നോക്കിയപ്പോൾ ചുറ്റുപാടും മണലാണ്. ആ മണലിലേക്ക് അയാൾ താന്നു പോകുന്നത് അയാൾക്ക് തോന്നി. അങ്ങനെ ഇതേ സമയം ആ നഗരത്തിലുള്ള 2 കൂട്ടുകാരെ കാണിക്കുകയാണ്. ഒരു എമർജൻസി പാരാമെഡിക് അല്ലെങ്കിൽ എമർജൻസി വാഹനങ്ങൾ ഓടിക്കുന്ന 2 പേരാണ് അവർ. അവരുടെ പേരാണ് സ്റ്റീവും ഡെന്നിസും. ചെറുപ്പകാലം തൊട്ട് 2 പേർക്കും പരസ്പരം നന്നായിട്ട് അറിയാം. അവർ 2 പേരും ഇഷ്ടപ്പെട്ട് താല്പര്യത്തോടെ തിരഞ്ഞെടുത്ത ജോലിയാണ് എമർജൻസി പാരാമെഡിക്. അങ്ങനെ ആ നഗരത്തിൽ ആ ജോലിയിൽ മുഴുകിയിരുന്നപ്പോഴാണ് അവർക്കൊരു എമർജൻസി കോൾ വന്നത്. ഉടൻ തന്നെ അവർ 2 പേരും ആ സ്ഥലത്തേക്ക് ഓടി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്നത് ഒരു ഡ്രഗ് കഴിച്ചിട്ട് ഓവർഡോസ് ആയിട്ട് കുറച്ച് പേർ ബോധമില്ലാതെ കിടക്കുന്നതാണ്. അവരെ യഥാർത്ഥത്തിൽ വിളിച്ചത് ആ വീടിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു യുവതിയാണ്. അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ബഹളവും അടിപിടിയും എല്ലാം കേട്ടിട്ടായിരുന്നു ആ സ്ത്രീ എമർജൻസിക്ക് വിളിച്ചത്. ആദ്യമേ തന്നെ ഡെന്നിസ് ബോധം പോയി നിലത്ത് കിടന്ന അയാളുടെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. അയാൾക്ക് ഇപ്പോഴും ജീവനുണ്ടെന്ന് ഡെന്നിസിന് മനസ്സിലായി. അതുമാത്രമല്ല, അയാളുടെ തോളിൽ നിന്ന് വെട്ടേറ്റ ഒരു മുറിവുണ്ട്. അതിൽ നിന്ന് കുറേ രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്റ്റീവ് ആ വീട്ടിലെ മറ്റൊരു മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ ഡ്രഗിൻ്റെ ഓവർഡോസ് കാരണം ബോധം പോയി കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഉടൻ തന്നെ സ്റ്റീവ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊത്തുകയാണ്. പെട്ടെന്ന് തന്നെ ബോധം തിരികെ ലഭിച്ച് ആ പെൺകുട്ടി ഞെട്ടിയിടീറ്റു. അങ്ങനെ അവർ 2 പേരെയും രക്ഷപ്പെടുത്തിയതിനു ശേഷം സ്റ്റീവും ഡെന്നിസും ആ വീട് ഒന്ന് നന്നായിട്ട് പരിശോധിച്ചു. അപ്പോഴാണ് സിങ്ക്രോണിക് എന്ന ആ ഡ്രഗിൻ്റെ കവർ അവർക്ക് ലഭിച്ചത്. അങ്ങനെ അവർക്ക് 2 പേർക്കും ഒരു കാര്യം മനസ്സിലായി. ആ ഡ്രഗിൻ്റെ ലഹരിയിൽ ഇവർ 2 പേരും നടന്ന അടിപിടിയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. അവരങ്ങനെ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസുകാരും അവിടേക്ക് കയറി വന്നത്. പോലീസുകാരും അവർക്ക് ആവശ്യമുള്ള തെളിവുകളെല്ലാം എടുത്ത് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. സ്റ്റീവ് അവൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ആ വീടിൻ്റെ തറയിൽ വെച്ച് ഒരു ചെമ്പ് നാണയം അവന് ലഭിച്ചത്. സ്റ്റീവിന് ലേശം കൗതുകം തോന്നിയിട്ട് ആ കോയിൻ അവൻ്റെ കയ്യിലേക്ക് അവൻ എടുക്കുകയാണ്. അങ്ങനെ മുറിവേറ്റ അയാളെ കൂട്ടിക്കൊണ്ട് അവരുടെ ആംബുലൻസിൽ അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ സമയം ആ പോലീസുകാർ ആ വീട് പരിശോധിച്ചപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള വാള് അവരുടെ വീടിൻ്റെ ഭിത്തിയിൽ കുത്തിത്തറച്ചിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നു. അതും ഇവിടെയെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള വാളായിരുന്നു അത്. പഴയ കാലത്തെ കുറേ ആൾക്കാർ ഉപയോഗിച്ച പ്രാചീന സംസ്കാരത്തിൽ അവിടുത്തെ നേതാക്കന്മാരും അവിടുത്തെ പടയാളികളും ഉപയോഗിച്ച തരത്തിലുള്ള ഒരു പ്രത്യേക വാളായിരുന്നു അത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റീവും ഡെന്നിസും അവരുടെ ജോലികളെല്ലാം കഴിയുന്നതിന് ശേഷം അവർ ഒന്ന് വിശ്രമിക്കുകയായിരുന്നു.
അങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്റ്റീവ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കോപ്പർ കോയിൻ എടുത്ത് അവൻ നന്നായിട്ടൊന്ന് പരിശോധിച്ചു. ആ കോയിനിൽ എഴുതി വെച്ചിരിക്കുന്നത് 1721 എന്നാണ്. അതായത് വർഷങ്ങൾക്ക് മുൻപ് ആരോ ഉപയോഗിച്ച ഒരു ചെമ്പ് നാണയമാണത്. ഇത് കണ്ടപ്പോൾ സ്റ്റീവിന് വളരെ കൗതുകം തോന്നി. അങ്ങനെ റെസ്റ്റ് എടുത്തതിന് ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയുകയാണ്. സ്റ്റീവ് ഒരു മെഡിക്കൽ ചെക്കപ്പിനായിട്ട് ഒരു ക്ലിനിക്കിലേക്ക് കയറി ചെല്ലുകയാണ്. സ്റ്റീവ് ആദ്യമേ ഒരു ചെറിയ മെഡിക്കൽ ചെക്കപ്പിനായിട്ടായിരുന്നു ചെന്നത്. പക്ഷേ അവിടുത്തെ ഡോക്ടർ ഒരു പ്രധാന മെഡിക്കൽ ചെക്കപ്പ് തന്നെ നടത്താനായിട്ട് അവനോട് നിർദ്ദേശിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സ്റ്റീവിൻ്റെ കൂട്ടുകാരൻ ഡെന്നിസിൻ്റെ മകൾ ബ്രിയാനയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അവൻ ചെല്ലുകയാണ്. സ്റ്റീവും ഡെന്നിസും അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴായിരുന്നു ബ്രിയാന എന്ന പെൺകുട്ടി ഒരു സൈഡിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കുന്നത് സ്റ്റീവ് ശ്രദ്ധിച്ചത്. സ്റ്റീവ് അതുകൊണ്ട് പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു നീങ്ങുകയാണ്. സ്റ്റീവ് ബ്രിയാനയ്ക്കൊരു അങ്കിളിനെ പോലെയാണെങ്കിലും അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ബർത്ത്ഡേ ആയിട്ട് ബ്രിയാന എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നതെന്ന് സ്റ്റീവ് ആദ്യമേ അന്വേഷിച്ചു. അവൾ അങ്ങനെ തന്നെ ഇരിക്കുന്നതിന് കാരണം എന്താണെന്നും അവളുടെ സാഹചര്യവും പറയാൻ വന്നപ്പോഴാണ് സ്റ്റീവിനൊരു കോൾ വന്നത്. അതൊരു എമർജൻസി കോളായിരുന്നു. സ്റ്റീവിനും ഡെന്നിസിനും എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെല്ലണം. സ്വയം ദേഹത്ത് തീ കത്തിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരാളെ രക്ഷിക്കാനായിട്ടായിരുന്നു അവർ ചെന്നത്. പക്ഷേ അവർ എത്തുന്നതിന് മുൻപ് തന്നെ അയാൾ മരണപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് ആർക്കും അറിയത്തില്ല ഇയാൾ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന്. ആരെങ്കിലും ഇയാളെ തീ കൊളുത്തിയതാണോ അതോ സ്വയം കൊളുത്തിയതാണെന്നോ പോലും ഇവർക്കറിയത്തില്ല. പക്ഷേ ആ പോലീസുകാർക്ക് ക്രൈം സീനിൽ ലഭിച്ച ഒരു കാര്യം എന്തെന്നാൽ ആ സിങ്ക്രോണിക് എന്ന ഡ്രഗിൻ്റെ പാക്കറ്റാണ്. അതുമാത്രമല്ല ഒരു പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ച വാതിലിൻ്റെ പിടി പോലുള്ള ഒരു സംഭവം ഒരുക്കിയിരിക്കുന്നതും അവർ ശ്രദ്ധിച്ചു. ഡെന്നിസും സ്റ്റീവും പോയിട്ടുള്ള എല്ലാ ക്രൈം സീനിലും സിങ്ക്രോണിക് എന്ന ആ മരുന്നിൻ്റെ പാക്കറ്റ് കാണാനിടയാകുന്നു. ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേക സംശയം തന്നെ ഇവർ രണ്ടുപേരുടെ ഉള്ളിൽ തോന്നിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിയുന്നതിന് ശേഷം സ്റ്റീവ് ഒരു മെഡിക്കൽ ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. സ്കാനിങ് എല്ലാം നടത്തി കഴിഞ്ഞപ്പോഴാണ് സ്റ്റീവിനൊരു കാര്യം മനസ്സിലായത്. അവന് ഒരു ബ്രെയിൻ ട്യൂമർ ആണെന്ന്. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ സ്റ്റീവ് യഥാർത്ഥത്തിലൊന്ന് ഞടുങ്ങിപ്പോയി. കാരണം ബ്രെയിൻ ട്യൂമർ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു വരുന്നത് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ നിരാശയോടെ കൂടെ തന്നെയായിരുന്നു അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഡെന്നിസും സ്റ്റീവും അങ്ങനെ മറ്റൊരു എമർജൻസി കേസിനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ തവണത്തെ എമർജൻസി കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവിയുടെ ആദ്യമേ കണ്ട ആ രണ്ടുപേരുടെ എമർജൻസി കേസാണ്. ഹോട്ടൽ മുറിയിലേക്ക് കയറി ചെയ്തപ്പോൾ അവർ കണ്ടത് പേടിച്ച് വിറച്ചിരിക്കുന്ന ആ സ്ത്രീയെയാണ്. അവളുടെ കാലിൽ ഒരു പാമ്പ് കടിച്ച പാടുമുണ്ട്. അവളങ്ങനെ പേടിച്ചിരുന്നപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ പേരായിരുന്നു. സ്റ്റീവും ഡെന്നിസും ആ മുറി പരിശോധിച്ചപ്പോൾ അവർക്ക് കാണാനിടയായത് സിങ്ക്രോണിക് എന്ന ഡ്രഗിൻ്റെ പാക്കറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ അവളെ കടിച്ച പാമ്പ് ഏതാണെന്നും ആ പാമ്പ് ആ മുറിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നതിനായിട്ട് ആനിമൽ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ച് പേർ വന്നിരുന്നു. പക്ഷേ അവരാരും തന്നെ അങ്ങനെ ഒരു പാമ്പിൻ്റെ യാതൊരു വിധത്തിലുള്ള അടയാളവും ആ മുറിയിൽ കണ്ടില്ല. അതിൻ്റെ കൂടെ തന്നെ അയാൾ മറ്റൊരു കാര്യം പറഞ്ഞു. അവളെ കടിച്ച പാമ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള പാമ്പാണ്. വർഷങ്ങളായിട്ട്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു പ്രത്യേകതര പാമ്പാണ് അവളെ കടിച്ചിരിക്കുന്നത്. ആ പാമ്പ് ഈ കാലഘട്ടത്തിൽ എങ്ങനെ വന്നെന്നോ എങ്ങനെ ഇവളെ കടിച്ചെന്നോ ആർക്കും യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. സ്റ്റീവ് ആ മുറി നല്ല രീതിയിൽ പരിശോധിച്ചപ്പോഴാണ് സിങ്ക്രോണിക് എന്ന ആ മരുന്ന് കൊണ്ടുവന്ന ഷോപ്പിലെ ബാഗ് അവൻ കണ്ടത്. സ്റ്റീവ് വീണ്ടും ആ മുറി പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ആ ഹോട്ടലിൻ്റെ കെയർ ടേക്കർ അവരോടെല്ലാമായിട്ട് ഒരു കാര്യം പെട്ടെന്ന് വന്ന് പറഞ്ഞത്. ആ ഹോട്ടലിൻ്റെ ലിഫ്റ്റിൽ നിന്ന് വലിയ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുവെന്നാണ് അയാൾ വന്ന് പറഞ്ഞത്. ഡെന്നിസ് അതുകൊണ്ട് ലിഫ്റ്റിൽ എന്താണ് നടക്കുന്നതെന്ന് പരിശോധിക്കാനായിട്ട് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് അവൻ പോവുകയാണ്. ഡെന്നിസ് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് ചെന്ന് ലിഫ്റ്റ് പരിശോധിച്ചപ്പോഴാണ് അവൻ കണ്ടത് ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് ലിഫ്റ്റിന് താഴെ ഭാഗത്തായിട്ട് മരണപ്പെട്ട് കിടക്കുന്നത്. അയാൾ മരണപ്പെട്ടെങ്കിലും അയാളുടെ മുഖത്തൊരു പ്രത്യേക തരത്തിലുള്ള ചിരി ഉണ്ടായിരുന്നു. ഡെന്നിസ് അതൊരു അത്ഭുതത്തോടെയായിരുന്നു അയാളുടെ ആ ചിരി കണ്ടത്. അങ്ങനെ ആ ഹോട്ടലിലെ എല്ലാ വിധത്തിലുള്ള പ്രൊസീജിയറും കഴിഞ്ഞിട്ട് ഡെന്നിസും സ്റ്റീവും തിരിച്ചവരുടെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. തിരികെ ഉണ്ടായിരുന്ന അവരുടെ ആ യാത്രയിൽ സ്റ്റീവ് സ്ഥിരമായിട്ട് ഒരു മരുന്ന് കഴിക്കുന്നത് ഡെന്നിസ് ശ്രദ്ധിച്ചു. പക്ഷെ അതെന്താണെന്ന് അവനപ്പോൾ അവനോട് ചോദിച്ചില്ല. അതിനെല്ലാം ശേഷം സ്റ്റീവ് വീണ്ടും അവൻ്റെ ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി. സ്റ്റീവ് അവൻ്റെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവൻ്റെ തലച്ചോറിലുള്ള ആ ട്യൂമർ അത് ക്യാൻസർ പോലെ പടർന്ന് പിനീൽ ഗ്ലാൻഡ് വരെ എത്തിയിരിക്കുകയാണ്. അതായത് തലച്ചോറിലെ ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രന്ഥിയാണ് ഈ പിനീൽ ഗ്ലാൻഡ്. സ്റ്റീവിന് കൂടിപ്പോയാൽ 6 ആഴ്ച അല്ലെങ്കിൽ അധികം നാളില്ല അവനിനി ജീവിക്കാനായിട്ട്. ചികിത്സയോട് എത്രത്തോളം സഹകരിക്കുന്നോ അതനുസരിച്ചായിരിക്കും അവൻ്റെ മുൻപോട്ടുള്ള ജീവിതം. സ്റ്റീവിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡെന്നിസിനോട് പറയണമെന്നുണ്ട്. പക്ഷെ അവസാനം അത് വേണ്ടെന്ന് വെക്കുകയാണ്. ഇതേ സമയം ഡെന്നിസ് അവൻ്റെ മകൾ ബ്രിയാനയുടെ കൂടെ ബാസ്കറ്റ്ബോൾ കളിക്കുകയാണ്. ഒരു അച്ഛൻ എന്ന രീതിയിൽ ഡെന്നിസിന് ബ്രിയാനയുടെ കൂടെ അധികം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു അച്ഛൻ എന്ന രീതിയിൽ അവളെപ്പറ്റി അറിയുന്നതിന് വേണ്ടിയും
അവളുടെ ആവശ്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഡെന്നീസ് അവളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിച്ചത്. ഡെന്നീസിന് ബ്രിയാന കടന്നു പോകുന്ന വിഷമങ്ങൾ എന്താണെന്നെല്ലാം അവളിൽ നിന്ന് തന്നെ അവൻ അറിയണം. പക്ഷേ അവൾക്ക് യാതൊരു വിഷമവും ഇല്ലെന്നും തൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് തോന്നുന്ന എല്ലാ തരത്തിലുള്ള വിഷമവും ടെൻഷനും മാത്രമാണ് തനിക്കുമുള്ളതെന്ന് ബ്രിയാന അയാളോട് പറഞ്ഞു. അങ്ങനെ അന്നേ ദിവസം വൈകിട്ട് ഡെന്നീസ് സ്റ്റീവിനെ ഒരു ബാറിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ചെന്ന് ഡെന്നീസ് സ്റ്റീവിനെ കണ്ടുമുട്ടിയപ്പോൾ സ്റ്റീവിനൊരു ഗിഫ്റ്റായിട്ട് ഡെന്നീസ് ഒരു ലാമ്പ് കൊടുക്കുകയാണ്. ഇന്ന് സ്റ്റീവിൻ്റെ ബർത്ത്ഡേ ആണ്, അതിന്ന് ആഘോഷിക്കണം, അതിൻ്റെ ഗിഫ്റ്റായിട്ടാണ് ഈ ലാമ്പും അവൻ കൊടുത്തത്. അങ്ങനെ അവർ രണ്ടുപേരും ആ ബാറിലിരുന്ന് പരസ്പരം സംസാരിച്ചപ്പോൾ ഡെന്നീസ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം സ്റ്റീവിനോട് തുറന്നു പറഞ്ഞു. ഒരു നല്ല അച്ഛനായിട്ടും ഒരു ഭർത്താവായിട്ടും ഒരിക്കലും തനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങളും വഴക്കുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനൊരു ജീവിതം നയിക്കാനല്ലായിരുന്നു താൻ ഒരിക്കലും ആഗ്രഹിച്ചത്. അതുമാത്രമല്ല, സ്റ്റീവിനെ പോലെ ഒരു ബാച്ചിലറായിട്ട് ജീവിക്കാനാണ് താൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. സ്റ്റീവിൻ്റെ ഈ ബാച്ചിലർ ലൈഫ് കാണുമ്പോൾ ഡെന്നിസിന് പലവട്ടം അവനോട് അസൂയ തോന്നാറുണ്ടെന്ന് ഡെന്നിസ് അവനോട് തുറന്നു പറയുകയാണ്. അങ്ങനെ അവരുടെ സംസാരത്തിനൊടുവിൽ സ്റ്റീവ് അവൻ കഴിക്കാറുള്ള മരുന്നുകളെ പറ്റിയെല്ലാം ഡെന്നിസിനോട് പറയുകയാണ്. തനിക്ക് എല്ലാ ദിവസവും എല്ലാ നേരവും ഈ മരുന്നുകൾ കഴിക്കണം. ഇപ്പോൾ ഈ മരുന്നില്ലാതെ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്ന അവസ്ഥയിൽ വരെ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഡെന്നിസ് വിചാരിച്ചത് സ്റ്റീവിന് ആ മരുന്നുകളോട് ഒരു പ്രത്യേക അഡിക്ഷൻ ഉണ്ടെന്നാണ്. പക്ഷേ സ്റ്റീവ് ഡെന്നിസിനോട് അവനുള്ള ട്യൂമറിനെ പറ്റിയും അവൻ്റെ ക്യാൻസറിനെ പറ്റിയും ഒന്നും തുറന്നു പറഞ്ഞില്ല. എനിക്ക് സ്വയം പരിചരിക്കാനും മുൻപോട്ട് തനിയെ ജീവിക്കാനും പറ്റുമെന്ന് സ്റ്റീവ് ഡെന്നിസിനോട് തുറന്നു പറഞ്ഞു. അങ്ങനെയിരിക്കെ പിറ്റേ ദിവസം അവർക്ക് പിന്നീടും ഒരു എമർജൻസി കോൾ വരികയാണ്. ഒരു പാർട്ടിയിൽ വെച്ച് 2 കുട്ടികൾ ഒരു ഡ്രഗ് കഴിച്ച് ഓവർഡോസ് ആയിരിക്കുകയെന്നാണ് ആ എമർജൻസി കോളിൽ പറഞ്ഞത്. സ്ഥലത്തെത്തി രണ്ടുപേരും പരിശോധിച്ചപ്പോഴാണ് അവർ കണ്ടത് അതിൽ 2 ടീനേജേഴ്സാണ്. ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു, മറ്റൊരാളാണെങ്കിൽ ബോധം പോയിട്ട് പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. സ്റ്റീവ് പതിയെ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് മറ്റാരെങ്കിലും അവരുടെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചറിയുകയാണ്. അപ്പോഴാണ് ആ പെൺകുട്ടി അർദ്ധബോധാവസ്ഥയിൽ ഒരു പേര് വെളിപ്പെടുത്തിയത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി ബ്രിയാനയാണ്. അവർ 2 പേരെയും കൂടാതെ ബ്രിയാന എന്ന പെൺകുട്ടിയും ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഡെന്നീസ് ഉടൻ തന്നെ അവൻ്റെ വൈഫിനെ വിളിക്കുകയാണ്. ബ്രിയാന വീട്ടിലുണ്ടോ എന്ന ചോദ്യത്തിന് അവൾ വീട്ടിലില്ല എന്നായിരുന്നു അവൻ്റെ വൈഫ് മറുപടി പറഞ്ഞത്. അങ്ങനെ ഡെന്നിസിനൊരു കാര്യം മനസ്സിലായി, അവരുടെ ഇടയിലുണ്ടായിരുന്ന 3ാമത്തെ പെൺകുട്ടി ബ്രിയാനയാണ്. അവളെ അവിടെ എങ്ങും കാണാനില്ല, അവളിപ്പോൾ മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ അവരുടെ വീട്ടിലൊന്നും നന്നായിട്ട് പരിശോധിച്ചപ്പോഴും അവർക്ക് കാണാൻ സാധിച്ചത് സിങ്ക്രോണിക് എന്ന ആ ഡ്രഗിൻ്റെ ഒരു പാക്കറ്റാണ്. ഈ പെൺകുട്ടികളും ആ ഡ്രഗ് കൺസ്യൂം ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. സ്റ്റീവിനും അവന് വേണ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടി ആ ഡ്രഗിന് അടിമയായിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. സ്റ്റീവ് അതുകൊണ്ട് സിങ്ക്രോണിക് എന്ന ആ ഡ്രഗ് വിറ്റിരുന്ന ആ ഒരു ഷോപ്പിൽ ചെന്ന് അവിടെ ബാക്കിയുണ്ടായിരുന്ന സിങ്ക്രോണിക്കിൻ്റെ എല്ലാ പാക്കറ്റുകളും അവൻ വാങ്ങുകയാണ്. മറ്റാരും തന്നെ ഈ ഡ്രഗ് ഉപയോഗിക്കരുത് എന്ന വാശിയിലാണ് സ്റ്റീവ് ഇത് മൊത്തം വാങ്ങിയത്. പക്ഷേ സ്റ്റീവിനെ ഫോളോ ചെയ്ത് അവൻ്റെ പുറകെ മറ്റൊരാൾ വരുന്നുണ്ടായിരുന്നു. സ്റ്റീവിൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണെങ്കിലും ആ ഡ്രഗിൻ്റെ പാക്കറ്റ് വാങ്ങണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. അയാളും സിങ്ക്രോണിക് എന്ന ഈ ഡ്രഗിന് അടിമയായിട്ടുള്ള മറ്റൊരാളാണ്. പക്ഷേ അതിലെ ഒരു പാക്കറ്റ് പോലും അവന് വിൽക്കാനായിട്ട് സ്റ്റീവ് തയ്യാറല്ലായിരുന്നു. ഇതേ സമയം ഡെന്നിസ് അവൻ്റെ വീട്ടിൽ വൈഫിൻ്റെ കൂടെ ബ്രിയാനയെ കണ്ടുപിടിക്കാനുള്ള എല്ലാ വഴികളും തേടുകയാണ്. ബ്രിയാനയുടെ ഫോട്ടോ വെച്ച് ലുക്കൗട്ട് നോട്ടീസും അങ്ങനെ വേണ്ട എല്ലാ പരിപാടികളും ഡെന്നിസ് ചെയ്യുന്നുണ്ട്. ഡെന്നിസിൻ്റെ വൈഫിന് പക്ഷേ അവർ ചെയ്യുന്ന ഈ കാര്യത്തോട് ഒട്ടും തൃപ്തി വരുന്നില്ല. തൻ്റെ മകളെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് മാത്രം ചെയ്താൽ പോരാ, വേണ്ടപ്പെട്ട മേലധികാരികളെ അറിയിച്ച് എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കണമെന്ന് അവൻ്റെ വൈഫ് പറയുകയാണ്. ആ ദിവസം രാത്രി സ്റ്റീവ് അവൻ്റെ മുറിയിലിരുന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴായിരുന്നു അവൻ്റെ വീട്ടിലെ ലിവിംഗ് റൂമിൽ നിന്ന് ആരോ കയറി വന്ന ശബ്ദം അവൻ കേട്ടത്. സ്റ്റീവിൻ്റെ കൂടെ തന്നെ അവൻ്റെ വളർത്തുനായ ഹോക്കിങ്ങുമുണ്ട്. സ്റ്റീവ് ഉടൻ തന്നെ അവൻ്റെ മുറിയിലുണ്ടായിരുന്ന ഒരു ബാറ്റ് എടുത്തുകൊണ്ട് അവൻ്റെ ലിവിംഗ് റൂം അങ്ങും പരിശോധിക്കുകയാണ്. അവൻ്റെ വീട്ടിലെ ആ ലിവിംഗ് റൂമിലെ ഒരു അലമാര തുറന്നു നോക്കിയപ്പോൾ സ്റ്റീവ് രാവിലെ ഷോപ്പിൽ വെച്ച് കണ്ട അവൻ്റെ സിങ്ക്രോണിക് എന്ന ആ ഡ്രഗ് ചോദിച്ചാവശ്യപ്പെട്ട അയാളെയാണ് അവൻ കണ്ടത്. സ്റ്റീവ് ഉടൻ തന്നെ അയാൾക്ക് നേരെ അവൻ്റെ ബാറ്റ് എടുത്ത് തല്ലാൻ വന്നപ്പോൾ ഉടൻ തന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞ് അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. സിങ്ക്രോണിക് എന്ന ഡ്രഗ് അതുണ്ടാക്കിയത് ഞാനാണ്. ആ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ കെമിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന അയാളുടെ പേര് ഖെർമാണി എന്നാണ്. സിങ്ക്രോണിക് എന്ന ഡ്രഗിൻ്റെ ദൂഷ്യവശം മനസ്സിലാക്കിയതിനു ശേഷം എല്ലാ ഷോപ്പിൽ നിന്നും എല്ലാ കടയിൽ നിന്നും അത് തിരിച്ചു വാങ്ങുന്നതിനായിട്ട് അവൻ പരമാവധി പരിശ്രമിച്ചിരുന്നു. അതിനുശേഷം സിങ്ക്രോണിക് എന്ന ആ ഡ്രഗിനെ പറ്റി കൂടുതൽ അയാൾ സ്റ്റീവിനോട് പറഞ്ഞു. പല വ്യതിയാനങ്ങളും പല മാറ്റങ്ങളും വരുത്തിയ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മരുന്നാണത്. ആ ഒരു ഡ്രഗ് കഴിച്ചതിന് ശേഷം ചുറ്റും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ കുറെ കാണാൻ സാധിക്കും.
യഥാർത്ഥത്തിൽ എല്ലാവർക്കും ചെറിയൊരു കിക്ക് കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ചെറിയ എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു അയാൾ ആ ഡ്രഗ് അങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷേ പതിയാണ് ആ ഡ്രഗിൻ്റെ ദൂഷ്യവശം അവർ മനസ്സിലായത്. ആ ഒരു ഡ്രഗ് ഉപയോഗിച്ച് നമുക്ക് ടൈം ട്രാവൽ വരെ ചെയ്യാൻ സാധിക്കും. സ്പേസ് ടൈം ഡൈമെൻഷനെ മറികടന്ന് ഏത് കാലഘട്ടത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് ആ ഒരു ഡ്രഗ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്യാം. അത്രയും പ്രത്യേകതര ശക്തിയാണ് ആ ഒരു ഡ്രഗിനുള്ളത്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് അയാൾ സ്റ്റീവിന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് ഈ ഒരു ഡ്രഗിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, അധികം പ്രായമാകാത്ത ആൾക്കാരാണ് ഈ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ടൈം ട്രാവൽ ചെയ്തിട്ട് അധികം താമസിയാതെ തിരിച്ചു വരാൻ സാധിക്കും. പക്ഷേ ഒരു 40 വയസ്സോളം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ടൈം ട്രാവൽ ചെയ്തതിന് ശേഷം ആ ഒരു ടൈം പീരീഡിൽ അവിടെ സ്റ്റക്കായി പോകാനും അവർക്ക് സാധ്യതയുണ്ട്. അങ്ങനെ അതിൻ്റെ സാധ്യതകളെല്ലാം അയാൾ വ്യക്തമാക്കി കൊടുത്തു. ഈ ഒരു ഡ്രഗ് അതുകൊണ്ട് എല്ലാ ഷോപ്പിൽ നിന്നും എത്രയും പെട്ടെന്ന് പിൻവലിക്കണം. അതിൻ്റെ പ്രയത്നമായിട്ടായിരുന്നു ഞാൻ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയത്. അവസാനമായിട്ടുണ്ടായിരുന്ന ഷോപ്പായിരുന്നു സ്റ്റീവ് കയറിയ ആ ഒരു ഷോപ്പ്. പക്ഷേ അയാൾ വരുന്നതിന് മുൻപ് തന്നെ സ്റ്റീവ് ആ പാക്കറ്റെല്ലാം ആ കടയിൽ നിന്ന് വാങ്ങിയിരുന്നു. സ്റ്റീവ് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം അയാളോട് പറഞ്ഞു, അവിടെ നിന്ന് വാങ്ങിയ ആ സിങ്ക്രോണിക്കിൻ്റെ എല്ലാ പാക്കറ്റും ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഡ്രഗിനെയും ആരും ഉപയോഗിക്കത്തില്ല എന്ന് സ്റ്റീവ് അയാൾക്ക് വാക്ക് കൊടുത്തു. അതിനുശേഷം സ്റ്റീവ് അയാളെ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. സിങ്ക്രോണിക് എന്ന ഡ്രഗ് സ്റ്റീവ് നശിപ്പിച്ചു എന്ന വിശ്വാസത്തോടെ അയാൾ അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പക്ഷേ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. സ്റ്റീവ് സിങ്ക്രോണിക് എന്ന ഡ്രഗ് ഒന്നും തന്നെ നശിപ്പിച്ചിട്ടില്ലായിരുന്നു. അത് നശിപ്പിക്കുന്നതിന് പകരം അവരൊരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്റ്റീവ് ഇങ്ങനെയൊക്കെ ചെയ്തതിൽ വലിയ എന്തോ ഉദ്ദേശം അവൻ മനസ്സിൽ കണ്ടിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം സ്റ്റീവ് അവൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ആദ്യമായിട്ട് കീമോതെറാപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴായിരുന്നു അവൻ അതിൻ്റെ സൈഡ് എഫക്റ്റ് എല്ലാം വരാൻ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് അവന് തലവേദനയും ഛർദിലുമെല്ലാം വന്നു. ഇതൊക്കെ കാരണം അവന് നല്ല രീതിയിൽ ജോലി ചെയ്യാനും സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെന്നിസിന് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു കോള് വന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് മോർഫിൻ്റെ ചില മരുന്നുകൾ നഷ്ടമായിരിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം ഹോസ്പിറ്റലിൽ നിന്ന് ഡെന്നിസിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഡെന്നിസിന് ആദ്യമേ സ്റ്റീവിനെയാണ് സംശയം തോന്നിയത്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റീവിൻ്റെ ആരോഗ്യത്തിൽ ചില മാറ്റങ്ങൾ അവൻ ശ്രദ്ധിച്ചിരുന്നു. ഉറപ്പായിട്ടും മോർഫിൻ പോലുള്ള മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ ആരോഗ്യം അത്രയും മോശമാകത്തുള്ളൂ. സ്റ്റീവിൻ്റെ ആരോഗ്യമാണെങ്കിൽ 2-3 ദിവസമായിട്ട് വളരെ മോശമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സ്റ്റീവിന് ട്യൂമറാണ് എന്ന കാര്യം ഡെന്നിസിന് അറിയത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മറ്റൊരു എമർജൻസി കോൾ വന്നത്. കാലൊടിഞ്ഞ മറ്റൊരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിരുന്നു അവർക്കുണ്ടായിരുന്ന ആ ജോലി. കാലൊടിഞ്ഞ അയാളെ പരിശോധിക്കുന്നതിനിടയിലായിരുന്നു ഡെന്നിസ് സ്റ്റീവിൻ്റെ ആരോഗ്യത്തെപ്പറ്റിയും സ്റ്റീവിനുണ്ടായിരുന്ന ചില മാറ്റങ്ങളെപ്പറ്റിയും സ്റ്റീവിനോട് തന്നെ പറഞ്ഞത്. പക്ഷേ സ്റ്റീവിന് ഡെന്നിസിൻ്റെ ആ ഒരു സംസാരം അത്രയും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ഡെന്നിസ് മറ്റൊരു കാര്യവും സ്റ്റീവിനോട് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് മോർഫിൻ എടുത്ത് അമിതമായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നിന്റെ ആരോഗ്യം ഇത്രയും കുറഞ്ഞു പോകുന്നത്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ സ്റ്റീവിന് യഥാർത്ഥത്തിൽ അവനോട് ദേഷ്യമാണ് തോന്നിയത്. കാരണം സ്റ്റീവ് ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് അത് ഡെന്നിസിന് അറിയത്തില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും ഓരോന്നും പറഞ്ഞും വാക്കുതർക്കത്തിലാവുകയാണ്. അവസാനം അവർ തമ്മിലുള്ള ആ വാക്കുതർക്കം ഒരു അടിയിലേക്ക് അവർ എത്തുകയാണ്. അവരുടെ അടിയെല്ലാം കഴിഞ്ഞ് അവർ വേർപിരിഞ്ഞപ്പോൾ സ്റ്റീവ് തന്നെ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ ദിവസം രാത്രി സ്റ്റീവ് അവൻ്റെ വീട്ടിലിരുന്നപ്പോഴായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവന് കിട്ടിയ ആ ചെമ്പ് നാണയം അവൻ എടുത്ത് നോക്കിയത്. അപ്പോൾ അതിലെ ഡേറ്റ് കണ്ടപ്പോഴാണ് സ്റ്റീവിന് ചില സംശയങ്ങൾ പിന്നീടും വന്നത്. ഈ ഒരു ഡേറ്റൊക്കെ കണ്ടപ്പോൾ ആ സിങ്ക്രോണിക് എന്ന ഡ്രഗിന് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ആ ഡ്രഗ് ഉപയോഗിക്കാനായിട്ട് അവന് തോന്നി. അങ്ങനെ സിങ്ക്രോണിക് എന്ന ആ ഡ്രഗ് സ്റ്റീവ് കഴിക്കുകയാണ്. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ സ്റ്റീവിന് അവൻ്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ചുറ്റുപാടുമുള്ള കാഴ്ചകളെല്ലാം വ്യത്യസ്തമായിട്ട് അവന് തോന്നി. അവൻ്റെ ചുറ്റും ആ മുറിയിലെങ്ങും കൂടുതൽ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അവന് തോന്നുകയാണ്. പതിയെ പതിയെ അവൻ്റെ ലിവിംഗ് റൂമിലുണ്ടായിരുന്ന ആ ഭിത്തിയെല്ലാം മാറി ഒരു ചതുപ്പ് നിലം പോലെ ആയി മാറുന്നതായിട്ട് അവന് തോന്നി. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവനുണ്ടായിരുന്ന സ്ഥലം തന്നെ ഒരു വലിയ ചതുപ്പ് നിലമായിട്ട് മാറുകയാണ്. സ്റ്റീവ് ചുറ്റും നോക്കുമ്പോൾ വലിയ വനങ്ങളും വലിയ വൃക്ഷങ്ങളും മാത്രമാണ്. ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നതാണോ എന്ന് അറിയാൻ വേണ്ടി അവൻ സ്വന്തം കയ്യിൽ തന്നെ പിടിച്ചു നോക്കുകയാണ്. സ്റ്റീവിന് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ടൈം ട്രാവൽ ചെയ്ത് മറ്റൊരു സ്ഥലത്താണ് അവനിപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും ചെടികളും എല്ലാം അവൻ തൊട്ടറിഞ്ഞു. സ്റ്റീവ് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു കുറച്ച് അകലെ നിന്ന് ഒരു പടയാളിയെ പോലെ ഒരാൾ സ്റ്റീവിൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ ശ്രദ്ധിച്ചത്. സ്റ്റീവ് അവൻ നിൽക്കുന്നതിൻ്റെ മറുഭാഗം നോക്കിയപ്പോൾ അവിടെ നിറച്ചും മുതലകളാണ്. അവൻ്റെ മുൻപിലുള്ള ആ പടയാളി അയാളുടെ കയ്യിലുള്ള വാളെടുത്ത് സ്റ്റീവിൻ്റെ മുൻപിലേക്ക് ഓടി വരികയാണ്. സ്റ്റീവിൻ്റെ മറുഭാഗത്താണെങ്കിൽ മുതലകളും. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റീവ് പകച്ചു നിന്നപ്പോഴായിരുന്നു ആ പടയാളി സ്റ്റീവിൻ്റെ തൊട്ടടുത്തേക്ക് വരെ എത്തിയത്. അങ്ങനെ സ്റ്റീവ് അവൻ്റെ കണ്ണടച്ച് തുറന്നപ്പോഴേക്കും അവൻ്റെ പഴയ ലിവിംഗ് റൂമിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്.
തിരിച്ച് ലിവിംഗ് റൂമിൽ വന്നപ്പോൾ സ്റ്റീവ് ഒരു ആശ്ചര്യത്തോടെ ഒരു വലിയ ഞെട്ടലിലായിരുന്നു. അതുമാത്രമല്ല, തിരികെ വന്ന സ്റ്റീവിനെ ഒരു പേടിയോടെയാണ് അവൻ്റെ വളർത്തുനായ ഹോക്കിംഗ് അവനെ നോക്കിയത്. എന്തായാലും ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് വിചാരിച്ച് തള്ളിക്കളയാനായിട്ടാണ് സ്റ്റീവ് തീരുമാനിച്ചത്. അപ്പോഴാണ് സ്റ്റീവ് ലിവിംഗ് റൂമിൽ അവിടെ ഉണ്ടായിരുന്ന കാർപ്പറ്റിൽ ഒരു വലിയ വെട്ട് കണ്ടത്. അവനെ ആക്രമിക്കാൻ വന്ന ആ പടയാളിയുടെ വാളിൽ നിന്ന് വന്ന ഒരു വെട്ടായിരുന്നു അത്. അതുകൂടെ കണ്ടപ്പോൾ സ്റ്റീവിന് അവൻ്റെ ജീവിതത്തിൽ നടന്ന ഈ കാര്യം യഥാർത്ഥത്തിൽ നടന്ന ഒരു കാര്യമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഒരു ഡോക്യുമെൻ്ററി പോലെ ഒരു വീഡിയോയിൽ പകർത്താമെന്ന് അവൻ തീരുമാനിച്ചു. അതിനുശേഷം ക്യാമറയുടെ മുൻപിൽ വന്നു നിന്ന് ആ സിങ്ക്രോണിക് എന്ന ഡ്രഗിനെ പറ്റി അവൻ വിവരിച്ച് പറയുകയാണ്. സിങ്ക്രോണിക് എന്ന ഈ ഒരു ഡ്രഗ് ഉപയോഗിച്ച് നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കും. അതും വെറും 7 മിനിറ്റ് നേരത്തേക്ക് മാത്രമേ ഇതിൻ്റെ ടൈം ട്രാവൽ നടക്കത്തുള്ളൂ. ബ്രിയാന എന്ന എൻ്റെ കൂട്ടുകാരൻ്റെ മകളും ഇതേപോലെ ഒരു ടൈം ലൂപ്പിൽ പെട്ടിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി സിങ്ക്രോണിക് എന്ന മരുന്ന് അവൻ ഒരു തവണ കൂടി കഴിക്കുകയാണ്. അത് കഴിച്ച് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ശരീരം അവൻ നിന്നിടത്ത് നിന്ന് മാഞ്ഞു പോവുകയാണ്. ഇതെല്ലാം തന്നെ ആ ക്യാമറയിലും റെക്കോർഡാവുന്നുണ്ട്. അങ്ങനെ സ്റ്റീവ് ടൈം ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്നത് ഒരു വലിയ മഞ്ഞു പ്രദേശത്താണ്. അവിടെ ചുറ്റുപാട് മഞ്ഞാണ്, ഒരു ജനവാസമോ ഒന്നുമില്ലാത്തൊരു സ്ഥലം. അവിടെ നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നത് കൊണ്ട് തണുത്തുറച്ചിരിക്കുകയാണ് സ്റ്റീവ് ഇപ്പോൾ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് സ്റ്റീവ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അകലെ നിന്ന് ഏതോ ഒരു മനുഷ്യ ശരീരം അവൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. പക്ഷേ അപ്പോഴേക്കും സ്റ്റീവ് തണുത്തുറഞ്ഞ് വല്ലാണ്ടൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ സ്റ്റീവിൻ്റെ ആ ബോധം പോകാറായപ്പോഴാണ് ആ 7 മിനിറ്റ് കഴിഞ്ഞത്. സ്റ്റീവ് അങ്ങനെ തിരിച്ചവൻ്റെ വീട്ടിലേക്ക് തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. തിരിച്ചു വന്നപ്പോഴും സ്റ്റീവിന് ആ ഒരു തണുപ്പ് വിട്ടുമാറി പോയിട്ടില്ലായിരുന്നു. അതിനുശേഷം സ്റ്റീവ് ഓടി വന്ന് അവൻ്റെ ക്യാമറയുടെ മുൻപിൽ വന്നു നിന്ന് അവൻ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുകയാണ്. ഈ ഒരു ടൈം ട്രാവലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 7 മിനിറ്റാണ്. അതുമാത്രമല്ല, നമ്മൾ എവിടേക്കാണ് ടൈം ട്രാവൽ ചെയ്യപ്പെടുക എന്നത് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് അതൊന്നുകൂടെ എല്ലാവരെയും തെളിയിച്ച് കാണിക്കുന്നതിന് വേണ്ടി സ്റ്റീവ് മുൻപ് നിന്ന അതേ സ്പോട്ടിൽ നിന്ന് തന്നെ സിങ്ക്രോണസ് എന്ന മരുന്ന് കഴിച്ച് ഒരു തവണ കൂടെ ടൈം ട്രാവൽ ചെയ്യുകയാണ്. ഈ തവണയും അവൻ എത്തിപ്പെട്ടത് മുൻപ് പോയ അതേ മഞ്ഞ് സ്ഥലത്ത് തന്നെയാണ്. ഈ തവണ അവൻ യാത്ര ചെയ്തപ്പോൾ കുറച്ച് വിറക് കഷ്ണം കയ്യിൽ കരുതിക്കൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് പോയത്. കാരണം അവൻ ഉറപ്പുണ്ടായിരുന്നു അവൻ ആ തണുത്ത പ്രദേശത്ത് തന്നെയാണ് എത്തുന്നതെന്ന്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള കോട്ടും ജാക്കറ്റും എല്ലാം അവൻ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ എത്തിയ സ്ഥലത്ത് വെച്ച് തന്നെ കയ്യിലുണ്ടായിരുന്ന വിറകല കൂട്ടിവെച്ച് അവൻ തീ കായുകയാണ്. അങ്ങനെ ആ വിറകിൻ്റെ അടുത്തിരുന്നപ്പോഴാണ് മുൻപ് വന്ന ആ ഒരു മനുഷ്യരൂപം പിന്നീടും അവൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ ശ്രദ്ധിച്ചത്. ഒരു വലിയ കുന്തം നീട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പ്രാചീന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ശിലായുഗത്തിലെ ഒരു മനുഷ്യനായിരുന്നു. സ്റ്റീവ് പക്ഷേ പേടിയോടെയായിരുന്നു അയാളുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന്. കാരണം അയാൾ ആ കുന്തം വെച്ച് സ്റ്റീവിനെ ആക്രമിക്കാനുള്ള രീതിയിൽ മുൻപോട്ടേക്ക് വരികയായിരുന്നു. പക്ഷേ സ്റ്റീവ് അയാളെ സമാധാനിപ്പിച്ച് ആക്രമിക്കാനല്ല താൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തി എങ്ങനെയൊക്കെയോ ആ ഒരു തീ കായുന്നതിൻ്റെ മുൻപിൽ ആ മനുഷ്യനെയും അവൻ അവിടെ ഇരുത്തുകയാണ്. ഭാഷ അറിയത്തില്ലെങ്കിലും സ്റ്റീവ് ആംഗ്യങ്ങളെല്ലാം കാണിച്ചായിരുന്നു അയാളെ ബോധ്യപ്പെടുത്തിയത്. അങ്ങനെ ഒരു 7 മിനിറ്റോളം സമയം അവർ രണ്ടുപേരും ആ ഒരു തീ കായുന്നതിൻ്റെ തൊട്ട് മുൻപിൽ അവിടെ ഇരിക്കുകയായിരുന്നു. 7 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീവിന് ചുറ്റുമുണ്ടായിരുന്ന ആ ഒരു മഞ്ഞ് പ്രദേശം മാറിയിട്ട് അവൻ്റെ ലിവിംഗ് റൂമായിട്ട് മാറുകയാണ്. അതായത് അവൻ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ച് അവൻ്റെ ലിവിംഗ് റൂമിലേക്ക് തന്നെ വന്നിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഡെന്നീസ് അവൻ്റെ ഭാര്യയുടെ കൂടെ അത്ര ചേർച്ചയിലല്ല ഇപ്പോൾ പോകുന്നത്. അവരുടെ മകൾ ബ്രിയാനെ കാണാതായത് അവർ തമ്മിലുള്ള പ്രശ്നം കൂടുതൽ വഷളാക്കിയതേ ഉള്ളൂ. അങ്ങനെ സ്റ്റീവ് അവൻ്റെ വീട്ടിൽ നിന്നിറങ്ങി കാറിൽ യാത്ര ചെയ്തു പോകുന്ന വഴിയാണ് റേഡിയോയിൽ നിന്ന് ഒരു വാർത്ത അവൻ കേട്ടത്. സിങ്ക്രോണിക് എന്ന ഡ്രഗ് ഉണ്ടാക്കിയിട്ടുള്ള കെർമാണി എന്ന ആ ഡോക്ടർ ആത്മഹത്യ ചെയ്തുവെന്ന്. ആ ഒരു വാർത്ത കേട്ട സ്റ്റീവ് ഒന്ന് ആശ്ചര്യപ്പെട്ടു. സിങ്ക്രോണിക് എന്ന ഡ്രഗിൻ്റെ ദൂഷ്യവശവും അത് കാരണം ഉണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തിട്ടാവണം അയാൾ ആത്മഹത്യ ചെയ്തത്. സ്റ്റീവ് അങ്ങനെ യാത്ര ചെയ്ത് തിരികെ അവൻ്റെ വീട്ടിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞപ്പോഴാണ് സ്റ്റീവ് ആ ഒരു കോപ്പർ കോയിൻ്റെ കാര്യം ഒരു തവണ കൂടെ ഓർത്തെടുത്തത്. സ്റ്റീവ് എമർജൻസി ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന വീടുകളിലെല്ലാം അവിടെ ഉണ്ടായിരുന്ന മിക്ക ടീനേജേഴ്സും സിങ്ക്രോണിക് എന്ന ആ ഒരു ഡ്രഗ് യൂസ് ചെയ്തിരുന്നു. അതുമാത്രമല്ല, അവരുടെ വീട്ടിൽ നിന്ന് പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ച തരത്തിലുള്ള ഡോർ നോബും പിന്നീട് കോപ്പർ കോയിനും പിന്നെ പഴയ കാലത്തെ വലിയ വാളുകളുമെല്ലാം അവൻ കണ്ടിരുന്നത് അവൻ ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. അങ്ങനെ സ്റ്റീവൻ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ടൈം ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കാലഘട്ടത്തിലുള്ള വസ്തു മറ്റൊരു കാലഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്ന്. അങ്ങനെ ഈ ഒരു കാര്യം പരിശോധിച്ച് നോക്കുന്നതിന് വേണ്ടി സ്റ്റീവ് ആ സിങ്ക്രോണിക് എന്ന മരുന്ന് കഴിച്ചതിന് ശേഷം അവൻ്റെ പ്രിയപ്പെട്ട വളർത്തുനായായ ഹോക്കിങ്ങിനെ പിടിച്ചുകൊണ്ട് അവൻ ടൈം ട്രാവൽ ചെയ്യുകയാണ്. അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് സ്റ്റീവ് മറ്റൊരു കാലഘട്ടത്തിലേക്ക് എത്തുകയാണ്. അവൻ്റെ കൂടെ തന്നെ അവൻ്റെ വളർത്തുനായ ഹോക്കിങ്ങുമുണ്ട്. പക്ഷേ സ്റ്റീവ് എത്തിയത് മറ്റൊരു കാലഘട്ടത്തിൽ വേറൊരു വീട്ടിലേക്കായിരുന്നു.
അവൻ എത്തിയ കാലഘട്ടത്തിൽ ആ ഒരു ജനങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ അവരെല്ലാം വർഗീയ വിരുദ്ധരാണ്. അതായത് കറുത്ത വർഗ്ഗക്കാരെയും ഇരുണ്ട വർഗ്ഗക്കാരെയും ഒന്നും അവർക്കാർക്കും തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. സ്റ്റീവ് ഒരു കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് സ്റ്റീവിനെ കണ്ടപാടെ ആ വീടിൻ്റെ ഉടമസ്ഥൻ അവനെ ഇറക്കി ഓടിക്കുകയാണ്. സ്റ്റീവിൻ്റെ കൂടെ തന്നെ അവൻ്റെ പട്ടിയും ഓടി വരുന്നുണ്ട്. പക്ഷേ ആ ഒരു നഗരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ചുറ്റുപാടുമുണ്ടായിരുന്ന ജനങ്ങളെല്ലാം അവനെ മറ്റൊരു കണ്ണിലൂടെയായിരുന്നു കണ്ടത്. സ്റ്റീവ് ഇങ്ങനെ അവരെന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കി നിന്നപ്പോഴാണ് അവൻ അവൻ്റെ വാച്ചിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്. 7 മിനിറ്റ് കടന്നു പോയിരിക്കുകയാണ്. പക്ഷേ സ്റ്റീവിന് തിരികെ ടൈം ട്രാവൽ ചെയ്ത് അവൻ്റെ വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സ്റ്റീവ് തിരികെ അവൻ പ്രത്യക്ഷപ്പെട്ട ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ആ വീട്ടിൽ കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് സിങ്ക്രോണിക്കുന്ന മരുന്ന് സ്റ്റീവ് കഴിക്കുകയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് തിരികെ കയറിയപ്പോഴാണ് ആ വീടിൻ്റെ ഉടമസ്ഥൻ സ്റ്റീവിനെ പിന്നീട് കണ്ടത്. അയാളുടെ വീട്ടുകാരെയും അയാളുടെ അയൽവക്കക്കാരെയും കൂട്ടുകാരെയും എല്ലാം വിളിച്ചു കൂട്ടുകയാണ്. അങ്ങനെ അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാം സ്റ്റീവിനെയും ഹോക്കിങ്ങിനെയും പിടിച്ച് ആക്രമിക്കുകയാണ്. അവരെല്ലാം ആ നായയെ മറ്റൊരു മുറിയിലേക്ക് ഇട്ട് പൂട്ടി. അങ്ങനെ സ്റ്റീവിനെ അവിടെ ഉണ്ടായിരുന്നവർ വെടിവെച്ച് കൊല്ലാൻ വന്നപ്പോഴാണ് സ്റ്റീവ് പെട്ടെന്ന് തന്നെ ടൈം ട്രാവൽ ചെയ്ത് തിരികെ അവൻ്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷേ തിരികെ വന്നപ്പോൾ സ്റ്റീവിൻ്റെ അടുത്ത് അവൻ്റെ നായ ഹോക്കിങ് ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ സ്റ്റീവിനെയും ഹോക്കിങ്ങിനെയും വേർതിരിച്ചത് മൂലം ആ നായ്ക്ക് തിരികെ എത്താൻ കഴിഞ്ഞില്ല. അവനങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് സ്റ്റീവ് ഹോക്കിങ്ങിൻ്റെ കുറച്ചിൽ പെട്ടെന്ന് കേട്ടത്. ആ ലിവിംഗ് റൂമിൻ്റെ ജനലിൻ്റെ അരികിൽ വന്ന് നിന്നപ്പോൾ ഹോക്കിങ് പുറത്തു നിന്ന് കുരയ്ക്കുന്നതാണ് അവൻ ശ്രദ്ധിച്ചത്. പക്ഷേ പതിയെ തന്നെ ഹോക്കിങ്ങും അവിടെ നിന്ന് മാങ്ങി പോവുകയായിരുന്നു. ഇതെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ സ്റ്റീവിന് മറ്റൊരു കാര്യം മനസ്സിലായി. 7 മിനിറ്റിൽ നിങ്ങൾ എവിടെയാണോ ടൈം ട്രാവൽ ചെയ്തെത്തിയത് ആ സ്ഥലത്ത് തന്നെ തിരികെ വന്ന് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരികെ എത്താൻ കഴിയത്തില്ല. ആ ഒരു പാസ്റ്റിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായി പോകും. അതുകൊണ്ട് തന്നെയാണ് സ്റ്റീവിന് ഹോക്കിങ്ങിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് തിരികെ വരാൻ കഴിയാതെ പോയത്. പിന്നീട് സ്റ്റീവിനെ സങ്കടപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്തെന്നാൽ അവൻ്റെ പ്രിയപ്പെട്ട ഹോക്കിങ് എന്ന നായയെ അവന് തിരികെ കൊണ്ടുവരാൻ കഴിയത്തില്ല. കാരണം അതിനു മാത്രം സിങ്ക്രോണിക്ക് അവൻ്റെ കയ്യിലില്ല. അതിനുശേഷം ബ്രിയാനെ എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിക്കണമെന്ന വാശിയിൽ ബ്രിയാന നേരത്തെ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അവൾ പഠിച്ചിരുന്ന ആ യൂണിവേഴ്സിറ്റിയുടെ അടുത്തേക്ക് സ്റ്റീവ് വന്ന് നിൽക്കുകയാണ്. അവിടെ നിന്നായിരുന്നു ഡെന്നിസിൻ്റെ മകൾ ബ്രിയാനെ അവസാനമായിട്ട് കാണാതായത്. ബ്രിയാന അവസാനമായിട്ട് നിന്നിരുന്ന ആ സ്പോട്ട് ഏതാണെന്ന് വരെ സ്റ്റീവ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളോട് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചിരുന്നു. സ്റ്റീവ് അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ പോയിരുന്ന് സിങ്ക്രോണിക്ക് കഴിച്ച് അവിടേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സ്റ്റീവ് ടൈം ട്രാവൽ ചെയ്ത് എത്തപ്പെട്ടത് പഴയ കാലഘട്ടത്തിലെ ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലേക്കാണ്. അവൻ എത്തിയ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള പൂജകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് സ്റ്റീവ് വരുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം സ്റ്റീവിനെ പിടിച്ചുകൊണ്ട് ഒരു ബലിയായിട്ട് ആ പൂജയ്ക്ക് അർപ്പിക്കുന്നതിന് വേണ്ടി അവനെ പിടിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അവരുടെ കയ്യിൽ നിന്നെല്ലാം എങ്ങനെയോ രക്ഷപ്പെട്ട് സ്റ്റീവ് ഓടിപ്പോവുകയാണ്. അങ്ങനെ 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്റ്റീവ് ടൈം ട്രാവൽ ചെയ്ത് തിരികെ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ അടുത്തേക്ക് തന്നെ എത്തുകയാണ്. അങ്ങനെ സ്റ്റീവിനൊരു കാര്യം മനസ്സിലായി. ബ്രിയാന ആ സ്ഥലത്ത് വെച്ചല്ല ടൈം ട്രാവൽ ചെയ്തതെന്ന്. സ്റ്റീവ് അങ്ങനെ ആ സ്ഥലത്തേക്ക് തിരികെ എത്തിയപ്പോഴാണ് ബ്രിയാനയുടെ മറ്റൊരു കൂട്ടുകാരി സ്റ്റീവിനോട് ഒരു കാര്യം വന്ന് പറഞ്ഞത്. അവൾ അവസാനമായിട്ട് ഈ ഒരു സ്ഥലത്തല്ല വന്ന് നിന്നത് എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അവസാനമായിട്ട് ബ്രിയാന എവിടെയാണ് വന്ന് നിന്നതെന്ന് ആർക്കും തന്നെ ഇപ്പോൾ അറിയത്തില്ല. സ്റ്റീവ് അങ്ങനെ അവൻ്റെ കൂട്ടുകാരൻ ഡെന്നിസ് ഉള്ള ഒരു ബാറിലേക്ക് കയറി ചെല്ലുകയാണ്. അവർ തമ്മിൽ ചെറിയ പിണക്കമുണ്ടായിരുന്നെങ്കിലും അവർ അവിടെ പറഞ്ഞു തീർക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഡെന്നിസ് ഒരു കാര്യം പറഞ്ഞു. അധികം വൈകാതെ തന്നെ അവൻ്റെ വൈഫുമായിട്ട് അവൻ ഡിവോഴ്സ് ആവുകയാണ്. ഒരിക്കലും തൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഭർത്താവായിട്ട് തനിക്ക് നിലനിൽക്കാൻ കഴിയിട്ടില്ല. കല്യാണം കഴിച്ച അന്ന് മുതൽ തന്നെ ഞാൻ അവൾക്കൊരു ബാധ്യത മാത്രമേ ആയിട്ടുള്ളൂ. എൻ്റെ മകളെയും എനിക്ക് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഈ വിഷമങ്ങളെല്ലാം തന്നെ അവൻ സ്റ്റീവിനോട് എടുത്ത് പറയുകയാണ്. അതിൻ്റെ കൂടെ ഡെന്നിസ് മറ്റൊരു കാര്യം സ്റ്റീവിനോട് പറഞ്ഞു. എനിക്കുള്ള ഈ ഒരു മാരേജ് ലൈഫിന് പകരം നിൻ്റെ ബാച്ചലർ ലൈഫാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അങ്ങനൊരു ജീവിതം കിട്ടിയാൽ അത് മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കത്തുള്ളൂ. ഡെന്നിസ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് സ്റ്റീവ് അവനുണ്ടായിരുന്ന ബ്രെയിൻ ട്യൂമറിനെ പറ്റി ഡെന്നിസിനോട് തുറന്നു പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഡെന്നിസിന് ശരിക്കും ഒരു സങ്കടമാണ് തോന്നിയത്. ഇത്രയും നാളും തൻ്റെ കൂട്ടുകാരൻ അടുത്തുണ്ടായിരുന്നിട്ടും അവൻ ഇത്രയും രോഗമുണ്ടായിരുന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന കുറ്റബോധവും അവനുണ്ടായി. അതുമാത്രമല്ല, ഹോസ്പിറ്റലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മോർഫിൻ എന്ന മരുന്ന് അത് കട്ടെടുത്തത് അവരുടെ ആംബുലൻസ് ഡ്രൈവറായിരുന്നു, അത് സ്റ്റീവ് അല്ലായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഡെന്നിസ് അപ്പോഴായിരുന്നു തിരിച്ചറിഞ്ഞത്. അങ്ങനെ അവർ പതിയെ നടന്ന് സംസാരിച്ച് ഒരു സെമിത്തേരിയുടെ അടുത്ത് തിരിക്കുകയാണ്. സ്റ്റീവ് അവിടെ വെച്ച് അവൻ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ ഫുട്ടേജ് എല്ലാം ഡെന്നിസിനെ എടുത്ത് കാണിക്കുകയാണ്. സിങ്ക്രോണിക് എന്ന മരുന്നും അതുമൂലമുണ്ടാകുന്ന ടൈം ട്രാവലും എല്ലാം അവന് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ഡെന്നിസിനൊരു കാര്യം മനസ്സിലായത്. തൻ്റെ മകൾ ബ്രിയാന ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലഘട്ടത്തിൽ എവിടെയോ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. എന്തായാലും അവൾ ടൈം ട്രാവൽ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവളെ തേടി നമ്മൾ കണ്ടുപിടിക്കുന്നതിന് അവൾ ഉറപ്പായിട്ടും ഒരു ക്ലൂ നമ്മുടെ മുൻപിൽ അവൾ ഇട്ടിട്ടുണ്ടാകും.
അപ്പോഴായിരുന്നു സ്റ്റീവ് ഒരു കാര്യം പെട്ടെന്ന് ഓർത്തെടുത്തത്. നേരത്തെ ബ്രിയാനയുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ച ആ ഒരു പാർക്ക്, ആ പാർക്കിലുണ്ടായിരുന്ന ആ ഒരു വലിയ കല്ല് സ്റ്റീവ് ഓർത്തെടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഓടി ആ പാർക്കിനടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കല്ലിൽ കൊത്തിവെച്ച ഒരു വാക്ക് അവർ ശ്രദ്ധിച്ചു: ഓൾവേസ്. ഇവിടെ വെച്ച് നിന്ന് തന്നെ ആവണം ബ്രിയാന ടൈം ട്രാവൽ ചെയ്തതെന്ന് സ്റ്റീവ് മനസ്സിലാക്കിയെടുക്കുകയാണ്. അതുമാത്രമല്ല, ബ്രിയാനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും ഈ പാർക്കും ഈ ഒരു കല്ലുമായിരുന്നു. അവൾ മിക്ക തവണയും ഇവിടെ വരുമ്പോൾ ഈ കല്ലിന് മുകളിലായിരുന്നു ഇരിക്കാറ്. അതുകൊണ്ട് ആ സാധ്യതകളെല്ലാം മനസ്സിൽ കണ്ട് സ്റ്റീവ് ഉറപ്പിച്ചു ഈ ഒരു കല്ലിൻ്റെ മുകളിൽ ഇരുന്ന് തന്നെയാണ് അവൾ ടൈം ട്രാവൽ ചെയ്തതെന്ന്. പക്ഷേ ഇപ്പോൾ സ്റ്റീവിൻ്റെ കയ്യിൽ 2 സിങ്ക്രോണിക്കിൻ്റെ മരുന്ന് മാത്രമേ ഉള്ളൂ. അതുപയോഗിച്ച് തന്നെ അവളെ രക്ഷപ്പെടുത്താമെന്ന വിശ്വാസത്തിലാണ് സ്റ്റീവ്. അങ്ങനെ ഡെന്നിസിൻ്റെ സമ്മതത്തോടെ സ്റ്റീവ് ആ സിങ്ക്രോണിക്ക് കഴിച്ച് ടൈം ട്രാവൽ ചെയ്യുകയാണ്. സ്റ്റീവ് എത്തപ്പെട്ടത് അമേരിക്കയിൽ സിവിൽ വാർ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കായിരുന്നു. സ്റ്റീവ് എത്തപ്പെട്ട ആ സ്ഥലത്തിൽ അവിടെ ചുറ്റും വലിയ ബോംബും വലിയ വെടിവെപ്പും നടക്കുകയാണ്. ആ ഒരു ബോംബിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്റ്റീവ് ഓടിക്കയറി ചെല്ലുന്നത് ഒരു ബങ്കറിനുള്ളിലേക്കാണ്. അവിടെ നിറയെ മരണപ്പെട്ട സോൾജേഴ്സിൻ്റെ എല്ലാം ശരീരങ്ങളായിരുന്നു. അവിടെ കിടന്നുകൊണ്ട് സ്റ്റീവ് ബ്രിയാനയുടെ പേര് ഉറക്കി വിളിക്കുകയാണ്. അങ്ങനെ അവളുടെ പേര് വിളിച്ചുകൊണ്ട് അവൻ ആ ബങ്കറിലൂടെ ഇഴഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ബ്രിയാന തിരികെ അവൻ്റെ വിളി കേട്ടത്. അങ്ങനെ അവസാനം രണ്ടുപേരും ആ ബങ്കറിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ബ്രിയാനയെ തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് സ്റ്റീവ് ഇപ്പോൾ. അങ്ങനെ അവസാനമുണ്ടായിരുന്ന ആ ഒരു സിങ്ക്രോണിക്ക് സ്റ്റീവ് ബ്രിയാനയ്ക്ക് കൊടുക്കുകയാണ്. 7 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ പ്രത്യക്ഷപ്പെട്ടെത്തിയ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ തിരികെ എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കാലഘട്ടത്തിലേക്ക് തിരികെ പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് സ്റ്റീവ് ബ്രിയാനയ്ക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ആ സിവിൽ വാർ നടക്കുന്ന ആ ബോർഡിനരികിലായിരുന്നു അവർ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് രണ്ടുപേരും തിരികെ ആ ബോർഡിനരികിലേക്ക് ഓടിയെത്താൻ ശ്രമിക്കുകയാണ്. സ്റ്റീവിന് ശരീരത്തിൽ പരിക്കുള്ളതുകൊണ്ട് ബ്രിയാന അവനെ താങ്ങി പിടിച്ചാണ് അങ്ങോട്ടേക്ക് ഓടുന്നത്. അപ്പോൾ പെട്ടെന്നായിരുന്നു ഓടിക്കൊണ്ടിരുന്ന അവരുടെ പുറകെ നിന്ന് മറ്റൊരു പടയാളി അവരെ വിളിച്ചു നിർത്തിയത്. കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള സ്റ്റീവിനെ കണ്ടപ്പോൾ അയാളെ ഒരു അടിമയായിട്ട് കരുതി ആ ഒരു പടയാളി അയാളുടെ ഗൺ പോയിന്റിൽ അവരെ നിർത്തുകയാണ്. അയാൾ അങ്ങനെ കുറേ നേരം അവിടെ പിടിച്ചു നിർത്തിയത് കൊണ്ട് സ്റ്റീവിനുണ്ടായിരുന്ന 7 മിനിറ്റ് കടന്നു പോവുകയാണ്. പക്ഷേ ബ്രിയാനയ്ക്ക് ഇപ്പോഴും തിരികെ അവളുടെ സ്ഥലത്തേക്ക് എത്താൻ കഴിയും. ആ ഒരു സോൾജറിൻ്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്റ്റീവ് മനസ്സിലൊരു പദ്ധതി തയ്യാറാക്കുകയാണ്. ആ സോൾജറിന് മുൻപിലുള്ള ഒരു മൈനിലേക്ക് എങ്ങനെയെങ്കിലും അയാളെ കൊണ്ടുപോയി നിർത്തണം. അതിനുവേണ്ടി പതിയെ പതിയെ സ്റ്റീവ് അയാളെ മുൻപിലേക്ക് ഒളിച്ചു വരുത്തുകയാണ്. പക്ഷേ സ്റ്റീവ് വിചാരിച്ച പോലെ അയാൾ ആ മൈനിലേക്ക് കയറി ചവിട്ടിയില്ല. അങ്ങനെ തോക്കും ചൂണ്ടി സ്റ്റീവിൻ്റെ അരികിലേക്ക് അയാൾ വന്നപ്പോഴായിരുന്നു പെട്ടെന്ന് തന്നെ പുറകിലുണ്ടായിരുന്ന ബ്രിയാന ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലഘട്ടത്തിലേക്ക് പോയത്. ബ്രിയാന അങ്ങനെ തിരികെ പോയി എന്ന ആശ്വാസത്തിൽ അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴായിരുന്നു അവിടെ വലിയൊരു ബോംബിടലുണ്ടായത്. അതിൻ്റെ ആ വലിയൊരു കുലുക്കത്തിൽ കൺട്രോൾ പോയ ആ ഒരു സോൾജർ ആ മൈനിലേക്ക് കയറി ചവിട്ടുകയാണ്. പെട്ടെന്ന് തന്നെ അയാൾ ചിന്നിച്ചിതറി. അതിനുശേഷം സ്റ്റീവ് ഉടൻ തന്നെ ആ ഒരു കലികിലേക്ക് അല്ലെങ്കിൽ ആ ബോർഡിലേക്ക് കയറിയിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്റ്റീവ് വളരെയധികം താമസിച്ചു പോയിരുന്നു. ഇതേ സമയം ബ്രിയാന ആ ഒരു പാർക്കിലെ ആ ഒരു കല്ലിന് മുകളിൽ തിരികെ വരികയാണ്. ബ്രിയാനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ അവളുടെ അച്ഛൻ ഡെന്നിസ് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അവരങ്ങനെ തിരികെ നോക്കിയപ്പോൾ ആ കല്ലിൻ്റെ മുകളിൽ സ്റ്റീവ് ഇരിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. പതിയെ പതിയെ സ്റ്റീവ് അങ്ങനെ മാഞ്ഞു പോവുകയാണ്. അതായത് സ്റ്റീവ് ഇപ്പോൾ ആ ഒരു പഴയ കാലഘട്ടത്തിൽ തന്നെ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. സ്റ്റീവിനെ തിരികെ രക്ഷിക്കണമെങ്കിൽ സിങ്ക്രോണിക്കുന്ന മരുന്നും ആവശ്യമാണ്. പക്ഷേ അവസാനമായിട്ടുണ്ടായിരുന്ന ആ ഒരു പാക്കറ്റായിരുന്നു അവർ ഉപയോഗിച്ചത്. അങ്ങനെ സ്റ്റീവിനെ ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ്. സ്റ്റീവ് അവരുടെ ഇടയിൽ നിന്ന് നഷ്ടമായി എന്ന സങ്കടത്തോടെ ബ്രിയാനയും ഡെന്നിസും തിരികെ അവരുടെ വീട്ടിലേക്ക് യാത്രയാവുകയാണ്.